അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും പറ്റുമ്പോൾ സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഫ്ലൈയിങ് ബൈക്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ്. അപ്പോൾ ചുമേരി അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ GTA 5 truck.glb ഹൺഡ്രഡ് ബൈക്ക് പോർഷെ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇത് ചെയ്യേണ്ടി. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കും. ഹോവർ ബൈക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ ഒരു ഗൂഗിളിൻ്റെ ഒരു ഇതിലേക്ക് പോകും. അവിടുന്ന് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് കാണിക്കും. ആ ഡൗൺലോഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അത് ഡൗൺലോഡ് ആവും. അന്ന് നിങ്ങൾ നേരെ ഗെയിമിലോട്ട് തിരിച്ചു വരിക. ഞാൻ പറഞ്ഞല്ലോ, ഗെയിമിലേക്ക് തിരിച്ചു വരിക, ഗെയിമിൽ കയറി പ്ലേ കൊടുക്കുക. അത് ഡൗൺലോഡ് ആകണം. ഗെയിം നമ്മൾ സ്റ്റാർട്ടാകുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ വീട്ടിൻ്റെ പുറത്തോട്ട്, നമ്മളെല്ലായ്പ്പോഴും ഇങ്ങനെ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുമ്പോൾ പറയുന്നത് വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നിങ്ങളെല്ലാം ചെയ്യാവുള്ളൂ. വീടിൻ്റെ അകത്ത് നിന്ന് ഒരിക്കലും ചെയ്യരുത്. ഞാനും വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ്, അതായത് റിയൽ ലൈഫിലല്ല, ഗെയിമിലത്തെ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ആർജിസ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ലോഡെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ ഫയലിലേക്ക് പോകും. ഫയലിൽ ചെന്നിട്ട് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ സ്ക്രോൾ ചെയ്ത് hover.glb കണ്ടുപിടിക്കണം. അങ്ങനെയാണ് പേര് കിടക്കുന്നത്. ഫ്ലൈയിങ് ബൈക്ക് ഒരിക്കലും അവിടെ കിടക്കുകയില്ല, hover.glb എന്നായിരിക്കും കിടക്കുന്നത്. എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ഞാനത് ക്ലിക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് ഇവിടെ ഹോവർ ബൈക്ക് സ്പോണായി. ഇതൊരിക്കലും ഇത് റൂമറൊന്നും അല്ല, ഇത് കള്ളത്തരമല്ല. ഇത് നമ്മൾ ഉറപ്പായിട്ടും കളിച്ചിരുന്നതാണ്. ഞാൻ തന്നെ ഇരുന്ന വീഡിയോ ആണ്. അപ്പോൾ അവിടെ താഴെ ഇപ്പോൾ ഒന്നും എഴുതി കാണിച്ചില്ലല്ലോ നമ്മുടെ ആർജിസ് മെനുയുടെ നോട്ട് പാഡ്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അന്നേരത്തേക്ക് എഴുതി കാണിക്കുക. അത് വലിയ പ്രത്യേകിച്ച് ഒരു പണിയില്ല. അപ്പോൾ ഇത്രയുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ കൊടുക്കുന്ന ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക, പിന്നെ നേരെ ഗെയിമിൽ കയറുക, പിന്നെ അവിടുന്ന് നേരെ ആർജിസ് മെനുവിൽ പോയി ലോഡെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ അതേ ക്ലിക്ക് ചെയ്ത് ലിങ്ക്, അതായത് hover.glb ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി വന്നു തുടങ്ങും. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുക. അന്നേരം തന്നെ സൈഡിൽ താഴെ നോട്ട് പാഡിൽ എഴുതി കാണിക്കുന്നതായിരിക്കും hover.glb എന്ന്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം. അപ്പം ഇനിയും ഇതുപോലെയുള്ള ഗെയിമിംഗ് കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റും വരെ. അപ്പോൾ ഓക്കെ, നമ്മളിതെന്തായാലും ഓടിച്ച് നോക്കി. നല്ല ബൈക്കാണ്, എല്ലാവരും മസ്റ്റായിട്ടൊന്ന് പോയി ഡൗൺലോഡ് ചെയ്ത് ഇച്ചിരി എങ്ങാണ്ടല്ലേ ഉള്ളു നെറ്റൊക്കെ. അപ്പോൾ ഒന്ന് പോയി ചെയ്തേര് കേട്ടോ. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. Thank you for watching this video.